ഇങ്ങനെ ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിലേ എട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ റോട്ടിൽ കയറിക്കോ, ഞാൻ വരാം. വേണ്ട, ഇത് കയറിക്കോ, വിട്ടോ. ഇല്ല, ഞാൻ വരാം. ഞാൻ മെല്ലെ നടന്നു വരാം. ആ, വെള്ളമുണ്ടാകും. അഥവാ ചളിയായി കഴിഞ്ഞാലേ പള്ളിയിൽ പോകുമ്പോൾ സ്ലിപ്പാവും. നമ്മൾ നടക്കുന്നതിൽ ഓരോ കല്ല് നോക്കിയിട്ട് വേണം ചവിട്ടുന്നത്. ബൈക്കിൽ പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. അത് കഴിച്ച് അപ്പം എന്തായാലും നമ്മളൊന്ന് അങ്ങനെ പള്ളിയിലോട്ട് ഇറങ്ങിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപ്പാനെ കബറടിക്ക പള്ളിയിലോട്ട്. അതായത് ഇവിടുന്ന് കുറച്ചെടുത്ത് തന്നെയാണ്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിക്കണേ, അല്ല ഒരു താത്ത വന്നിക്കണേ ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർ വരുന്നുണ്ട്. ഉമ്മാക്ക് കുറേ ആശ്വാസമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് പള്ളിയിൽ പോയിട്ട് നമുക്കിവിടെ വരാം. ഒരു കൊച്ചു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. കണ്ടോ, മലവെള്ളപ്പാച്ചിൽ പോലെ ചളിവെള്ളപ്പാച്ചിൽ ഫുള്ള് ചളിയാണ് മക്കളെ. നമ്മളെന്താ വെച്ചാൽ ഈ കല്ലുള്ളതുകൊണ്ട് ഓരോ കല്ലുമ്പോൾ ചവിട്ടുക. നമ്മൾ പണ്ട് സ്കൂളിൽ കൊത്തിക്കല്ലാടൂലേ, അതേമാതിരി ഓരോ കല്ലുമ്പോൾ ചവിട്ടുക. ഇവിടെ നിന്നൊക്കെ എന്തൊക്കെ വെള്ളമാണ് വരുന്നതെന്ന് ഒരു പിടുത്തമില്ല. ഒക്കെ ഈ റോഡിലോട്ട് തിരിച്ചിട്ടുകൊണ്ട് ഒരു കണക്കിന് കല്ലിട്ട റോഡാണ് നല്ലത്. കോൺക്രീറ്റ് റോഡിൻ്റെ അവസ്ഥ നോക്കിയിട്ടാണ് ഫുൾ അട്ടപ്പസാറ് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉണ്ട് ഇറക്കം കൂടി ആവുകൊണ്ട് സ്ലിപ്പായ കണ്ടലും മുതും ഒന്നാവും. കയറുമ്പോൾ സ്ലിപ്പായ ഫ്രണ്ടത്തെ 2 പല്ല് പോവും. ഇറങ്ങുമ്പോൾ സ്ലിപ്പായ ചന്തിയുടെ എല്ല് പൊട്ടും. ഏതെങ്കിലും ഒന്നും നടക്കുന്നുണ്ട്. ഫുൾ അട്ടപ്പസാറാണ്. ഗ്യാസ് മുകളിൽ നിൽക്കണ്ടേ. നമുക്കെന്തായാലും പള്ളിയിൽ പോയി വരാം. ബൈക്കിൽ പോണോ കാറിൽ പോണോ? അതിനനുസരിച്ച് വരാം. അങ്ങനെ നമ്മൾ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ പള്ളിയിലോട്ട്. അപ്പോൾ ഈ സ്ഥലം വരുന്നത് ആറ്റാശ്ശേരി ജുമാ മസ്ജിദാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഉപ്പാനെ കബറടക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉപ്പാൻ്റെ അടുത്ത് ആദ്യം പോയി പള്ളിയിലൊക്കെ കൂടിയിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് പള്ളി. ഇപ്പോൾ പള്ളി പുതിയതായിട്ട് പണിയെടുത്ത് റെഡിയാക്കിയതാണ്. എന്തായാലും അത്യാവശ്യം ഒരുപാട് ആളുകൾ കൂടുന്ന പള്ളിയാണ് കേട്ടോ. ഈ ജുമാക്കൊക്കെ അത്യാവശ്യം ആൾക്കാർ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. മക്കളത് ഉമ്മാക്ക് കിട്ടിയ സമ്മാനമാണ് കേട്ടോ. മക്കത്തുനിന്ന് അജുവട ഈത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കിയ റെസിപ്പി താത്ത തന്നു പോയതാ. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും അങ്ങനെ ഇരുട്ടായിട്ടുണ്ടെന്ന് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഒന്നാമത് വീട്ടിൽ മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉമ്മാക്കൊരു സമ്മാനം തന്നു പോയിട്ടുണ്ട്. താത്ത മക്കത്തുനിന്ന് കൊടുക്കുന്നതാണ്, ഉമ്ര കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കുന്നതാണ്. അതിൽ അച്ചുവട ഈത്തപ്പഴത്തിൻ്റെ അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. എത്രയോ ദൂരത്തുനിന്ന് ഉമ്മാനെ കാണാനായിട്ട് ആ മഴയത്തുനിന്ന് വന്നാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ആളുകൾ ഡെയിലി വരുന്നതുകൊണ്ട് ഉമ്മാക്കൊരു ആക്കുണ്ട്. അതായത് ഇങ്ങനെ ആരോടിങ്ങനെ സംസാരിച്ചിരിക്കാമല്ലോ. പെണ്ണുങ്ങളിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ സംസാരിച്ചിരിക്കും. മിനിഞ്ഞാന്നും അങ്ങനെ വല്ലപ്പോഴേന്ന് കുറച്ച് ആൾക്കാർ വന്നിരുന്നു, സബ്സ്ക്രൈബേഴ്സാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഉമ്മാൻ്റെ അവസ്ഥ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു. ഉമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഇങ്ങനെ റിക്കവറായി വരുന്നു. ഇപ്പം ഇങ്ങനെ കുഴപ്പമില്ല, റിക്കവറായിട്ട് വരുന്നു. ഇങ്ങനെ എന്തായാലും ഇപ്പം ഉമ്മാക്ക് മറക്കാനൊന്നും കഴിയൂലല്ലോ. അപ്പം ഉമ്മാക്ക് ഇങ്ങനെ റിക്കവർ ആർക്കും മറക്കാൻ കഴിയില്ല. ഞാൻ ഉമ്മാക്ക് മറക്കാന്നല്ല, ആർക്കും മറക്കാൻ കഴിയൂലല്ലോ. അപ്പോൾ പോയിട്ട് ഏകദേശം 3-ാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. എന്തായാലും എത്ര വെള്ളിയാഴ്ച കടന്നു പോയാലും നമുക്കതൊന്നും മറക്കാൻ കഴിയൂല ഗൈസ്. പിന്നെ പള്ളിക്കൽ നമ്മളെല്ലാവർക്കും, അതായത് വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടി നമുക്ക് കുറേ നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവിടെ പള്ളിക്കൽ പറയുകയും ചെയ്തായിരുന്നു. നമുക്ക് ഞാൻ അതിനെക്കുറിച്ചൊന്നും അധികം പറയാം. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊരു പ്രത്യേകിച്ചൊരു കണ്ടൻറ്റൊന്നും ആക്കിയെടുക്കണം. ജസ്റ്റ് ഉമ്മയുടെ ഒരു അപ്ഡേഷനും നമ്മുടെ വീട്ടിലേക്ക് ഓരോ ആൾക്കാർ വരുന്ന സന്തോഷവും ഒന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചു. കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ തേടി എത്രയോ ദൂരത്തു നിന്നൊക്കെ ആളുകൾ ഉമ്മാനെ കാണാൻ വരുമ്പോൾ ഉമ്മ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉമ്മാക്ക് അതൊരു ആശ്വാസമാണ്. കാരണം കുറച്ച് നേരം ഇരുന്ന് ഒരു വർത്തമാനം പറയുന്നത്. മറ്റേത് ഉമ്മ ദസ്മീൻ പിടിച്ച് ഇങ്ങനെ ഇരിക്കില്ല. നമുക്ക് ഉമ്മാനെ കാണുമ്പോൾ തന്നെ ഇടങ്ങാറാണ്. കാരണം ഒരു വെള്ള ഡ്രസ്സും, ഇപ്പോൾ വെള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടം വെള്ളം ഇടും, പിന്നെ മാക്സിയിൽ പുള്ളിയുള്ള വെള്ളം, അങ്ങനെയൊക്കെ ഇതാവില്ല. പിന്നെ ഉമ്മാനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉള്ളിൽ കൂടെയൊക്കെ നീച്ച് നടന്നോളി, അതിനൊന്നും ഒരു പ്രശ്നമില്ല. കാരണം പുറത്തുനിന്ന് ആൾക്കാർ കാണാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉമ്മ ഉള്ളിൽ കൂടെയൊക്കെ, കാരണം നമ്മൾ വീട് ഒറ്റപ്പെട്ട ഒരു വീടാണ്. അപ്പുറത്ത് മാത്രം അയലക്കത്തൊരു വീടുണ്ട്, അവിടെ അധികം ആൾക്കാരില്ല. ഒരു താത്തി ഒരു കായ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ വീടാണ്. അങ്ങനെ ആളുകൾ സഞ്ചാരമുള്ളൊരു സ്ഥലമല്ല. അപ്പോൾ പിന്നെ ഉമ്മാക്ക് ഇനി 4 പുറത്തു കൂടെ നടന്നാലും ആൾക്കാരധികം വരാനൊന്നുമില്ല.
ഓക്കെ. അപ്പോൾ എന്തായാലും ഉമ്മ പുള്ളിൽ കൂടെയൊക്കെ നടന്ന് വീട്ടിലെ പണികളൊക്കെ, അതായത് വെക്കണമൊക്കെ ഉമ്മ തന്നെയാണ്, കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെയാണ്. അപ്പോൾ ഉമ്മ ഒറ്റയ്ക്ക് ഇരിക്കും, ഉമ്മ ഒതുങ്ങിയിരിക്കാത്ത ആൾക്കാരാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം. ഉമ്മ ഒരിക്കലും, കാരണം രാവിലെ ഞാൻ ഉറങ്ങി നീക്കുമ്പോഴൊക്കെ ഉമ്മ എന്താക്കും, എവിടെ നടന്നു പോയി വരും, തറവാട്ടിൽ പോയി വരും, വല്യമ്മാനെ കണ്ടുവരും, അങ്ങനത്തെ ഒരു ഉമ്മയാണ്. അപ്പോൾ ഉമ്മാക്ക് ഇങ്ങനെ അടച്ചു പൂട്ടി ഇങ്ങനെ ഇരുന്നിട്ട് ഉമ്മാക്ക് ഇരിക്കേണ്ട ഇതാണ്. ഉമ്മ അല്ലാതെ വേറെ ആർക്കും ഇരിക്കാനും പറ്റൂലല്ലോ. അപ്പോൾ എന്തായാലും ഉമ്മാക്ക് നമ്മളെ വല്ലാതെ ഉമ്മാനോട് ഇതാക്കില്ല. അപ്പം ഉമ്മ ഉള്ളിലൂടെ അങ്ങനെ നടക്കലും കാര്യങ്ങളും, പിന്നെ അസുഖമുള്ള ആളാണ്. അപ്പം ഉമ്മാനങ്ങനെ കുറേ നമ്മൾ സ്വയം, ഞാൻ എൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്വയം ഉമ്മാനെ ചെറുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയും. കാരണം ഉമ്മാക്ക് സങ്കടം. പക്ഷെ ആ ഒരു പണ്ടത്തെ ആ ഒരു ചെറിയൊന്നും ഉമ്മയുടെ മുഖത്ത് ഇപ്പം ഇല്ല. കാരണം പണ്ടത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു ഉമ്മയും മോനും ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഉമ്മയുടെ ഒരു ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബലമാണ്. കാരണം ഈ ചാനൽ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ, അതായത് ഉമ്മാനെ ഇഷ്ടപ്പെടുന്ന, ഉമ്മാൻ്റെ ആ പച്ചയായ സംസാരം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലേ. കാരണം ഉമ്മാക്ക് വീഡിയോ എന്താണെന്നോ എന്താണ് പറയണമെന്നോ ഉള്ളത് വെട്ടി തുറന്ന് പറയും. ആ ഒരു കാറ്റഗറിയാണ് ഉമ്മയുടെ ഒരു സ്വഭാവം. അത് വീഡിയോ ആണ്, ഇന്നതെവിടെ പറയണം, ഇന്നതെവിടെ പറയാം. ഞാനൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എഡിറ്റ് ചെയ്യലുണ്ട്. ഓക്കെ. എന്തായാലും ഉമ്മയുടെ ലോകം എന്ന് വെച്ചാൽ ഉമ്മ ഒരുപാട് ഹാപ്പി ആയിരുന്നു. കാരണം യൂട്യൂബ് വന്നതിന് ശേഷം ഉമ്മക്ക് ഒരുപാട് ആളുകൾ വിളിക്കുന്നു, എല്ലായിടത്തുനിന്നും ഒരു പരിഗണന കിട്ടുന്നു. കാരണം ഉമ്മക്ക് ആരൊക്കെ ഉള്ളമ്മ എപ്പോഴും പറയലുണ്ട്, എനിക്ക് എത്രയോ കുടുംബക്കാരെ കിട്ടിയ ഫീൽ, എത്രയോ അഹങ്കാരത്തോട് ഉമ്മ പറയും. എന്താണ്, ആരും ഇല്ലെങ്കിൽ അത് എനിക്ക് കുറേ യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് പറയും, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറയും. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ ഒരു റവന്യൂ കിട്ടുന്നതിലും കൂടുതലാണ് സത്യം പറഞ്ഞാൽ ഒരു പരിഗണന കിട്ടുന്നു എന്നുള്ളത്. അതായത് നമുക്ക് ആളുകളുടെ ഇടയിൽ കിട്ടാത്തൊരു സംഭവം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും സെൻറ്റിമെൻ്റ് അടിക്കുകയാണ്. മക്കളെ ജീവിച്ച് അനുഭവിച്ചവർക്കാണ് അതിൻ്റെ കാര്യം അറിയാം. അല്ലാതെ ജനിക്കണമ്പോൾ സ്വർണ്ണക്കാരൻ്റെ ജനിച്ചവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ എന്ത് പറയുകയാണെങ്കിലും, നമ്മൾ സക്സസ് പറയുകയാണെങ്കിൽ, നമ്മൾ തുടക്കം നമ്മൾ അറിയുന്നവർക്ക് അറിയാം നമ്മൾ ഏത് ലെവലിൽ വന്ന ആൾക്കാരാണെന്ന്. അപ്പോൾ എൻ്റെ ഉമ്മാനായാലും എൻ്റെ ഉപ്പാനായാലും എൻ്റെ പെങ്ങന്മാരായാലും എല്ലാവർക്കും ആദ്യം മുതൽ ഞങ്ങൾ എങ്ങനെയെന്നുള്ള കാര്യം അറിയാം അല്ലേ. അങ്ങനെയാണ്. കാരണം നമ്മൾ തുടക്കം മുതലേ നമ്മൾ ഒന്നേന്നാണ് തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ ആദ്യം മുതൽ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ മൊത്തം കാര്യങ്ങളും അറിയാം. ഉമ്മാൻ്റെ കാര്യം ചോദിച്ചിട്ട് ഉമ്മാക്ക് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച് വിളിക്കണം. ഉമ്മാക്ക് ഇപ്പം അൽഹംദുലില്ലാ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തർ വരുന്നോണ്ടും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ റസീന താത്ത അതേമാതിരി ഒരുപാട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് താത്താരൊക്കെ വിളിക്കലുണ്ട്. അപ്പോൾ പിന്നെ അതിലൊക്കെ ഇങ്ങനെ സംസാരിച്ചിങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഉമ്മാനെ എല്ലാവർക്കും മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ കുറേ കമൻസ് ഉണ്ടായിരുന്നു, ഈ ഉമ്മാനെ വീണ്ടും വീഡിയോയിൽ, അത് പണ്ടത്തെ വീഡിയോസ് ഇങ്ങനെ കുത്തിപ്പൊന്തി വരികയാണ്. പരമാവധി അതൊക്കെ നമുക്ക് ഒരുമിച്ച് എല്ലാ വീഡിയോസും പോയിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റൂല, നമ്മളെ ചാനൽ അടിച്ചു പോകും. ഓക്കെ. ഞാൻ എന്തായാലും അതിന് തംബ്ലൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അതങ്ങനെ തന്നെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം അതിൽ ആഴത്തിലുള്ളത് മനസ്സിലാവണമെങ്കിൽ നമ്മളൊന്ന് മരിച്ചു നോക്കണം. അപ്പോഴാണ് നമ്മുടെ വീഡിയോസ് പഴയതൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നത്. ഓക്കെ. എന്തായാലും ഒരു കാര്യം നോക്കുമ്പോൾ നല്ലതും ഉണ്ട്, ഒരു കാര്യം നോക്കുമ്പോൾ നെഗറ്റീവും ഉണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ എത്രയോ ആളുകൾ ഇപ്പം മരണപ്പെട്ടതിന് ശേഷം ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് പേര്, എത്രയോ ആൾക്കാർ കത്ത് ഓതി തീർക്കാനും പ്രാർത്ഥിക്കാനും എന്താ പറയുക, അത്രയും ആൾക്കാർ, അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കാം കേട്ടോ. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇതുവരെ ആരും വെറുപ്പിക്കാതെ പോയി, ഇനിയും അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. ഉമ്മ എന്തായാലും കുറച്ച് കാലത്തിലോട്ട് ഉണ്ടാവില്ല. ഉമ്മയുടെ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ അതേമാതിരി എവിടെയെങ്കിലൊക്കെ ഇരുന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു കളിയും ചിരിയൊക്കെ ഉമ്മക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കണം. അത് ഞാനത് വീണ്ടും കൊണ്ടുവരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഉമ്മാനെ പഴയതിലേക്ക്, കാരണം എനിക്ക് ഉമ്മാനെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. ഒന്നാമത് അതാണ്. കാരണം എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കണമെന്ന് മുണ്ടാതെ നിൽക്കുമ്പോൾ എനിക്ക് നല്ല ഇടങ്ങാറാണ്. അപ്പോൾ ഞാൻ ഉമ്മാനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചക്കരനെ കളിയാക്കിയിട്ടോ ആരെങ്കിലും പറഞ്ഞിട്ടൊക്കെ ഞാൻ കളിയാക്കിക്കൊണ്ടിരിക്കും. പിന്നെ നിജാസിൻ്റെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ മരുവനായിട്ടോ അളിയനായിട്ടോ ഒന്നുമല്ല നമ്മൾ കാണുന്നത്. ഞാൻ ഇങ്ങോട്ട് പോകണം എൻ്റെ കൂടെ കൊണ്ടുപോകും. അതായത് ഞാൻ എന്താ അതിന് ചോദിച്ചാൽ അതന്നെ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇപ്പോൾ എല്ലാവരും പറയും മരുമക്കളെ നമ്മൾ വീട്ടിലെന്താണെന്ന് വെച്ചാൽ ഉണ്ടാവും. ഇപ്പം നമ്മൾ എപ്പോഴേലും പോകുമ്പോൾ മാത്രം സൽക്കരിക്കുക, അങ്ങനെയല്ല. ഓനും എൻ്റെ അതേ കണത്തിൽ പെട്ടാന്ന് മനസ്സിലാവുകൊണ്ടാണ് ഞാനും അങ്ങനെ നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടാളും ഏകദേശം ഒരു മാതിരിയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഓന് അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഓനും ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറേ ദിവസം എന്തായാലും സാഹചര്യം കൊണ്ടും സിറ്റുവേഷൻ കൊണ്ടൊക്കെ നമ്മളോട് ഇപ്പോൾ എന്താ വെച്ചാൽ വൈകുന്നേരത്ത് ഉസ്താദ് വരുമ്പോൾ നമ്മളോട് ഞാനും ഓനും പിന്നെ അമ്മോനും
പിന്നെ തുണക്കാരന്മാർ എപ്പോഴേലൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ, അപ്പോൾ ആൾ ഉണ്ടാവണമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് 40 പേര് നിൽക്കുമോ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ പോയി വന്നോ, ബുദ്ധിമുട്ടാണെങ്കിൽ പോയി വന്നോ. അപ്പോൾ ഞാൻ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. എന്തായാലും ഇവിടെ ഒരാളാവും ചെയ്യും. എനിക്ക് എങ്ങനെയൊക്കെ ഒന്ന് മാറിയിട്ട് എന്തെങ്കിലും പരിപാടികൾ നോക്കണമെങ്കിൽ വീട്ടിലൊരാണ് പറഞ്ഞല്ലോ. പണ്ട് ഇപ്പം ഉണ്ടാവുക ആണ്, ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ആണായിട്ട് നമുക്ക് വീട്ടിൽ പിന്നെ എന്തായാലും ഉപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധൈര്യമാണ് മക്കൾ. ആ ധൈര്യം ഇല്ലാതാകുമ്പോഴാണ് അതിൻ്റെ ഇതറിയുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്കൊരു അനിയനെ കിട്ടിയൊരു ഫീലാണ്. എന്തായാലും അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ മുബാറക്കായാലും എല്ലാം കൊണ്ടും ഓക്കെയാണ്. സൗഫിയ അവർക്ക് പിന്നെ ഇങ്ങനെ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ, മക്കളും കുട്ടികളൊക്കെ ആയി, സ്കൂളും പരീക്ഷയും കാര്യങ്ങളും അങ്ങനെ നമ്മൾ പിന്നെ പോലെ അങ്ങനെ ഇതാക്കില്ല. അവർക്ക് ഓരോതായ രീതിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുവിൻ്റെ കാര്യം. അപ്പോൾ സിനുവിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 കഴിഞ്ഞിട്ട് കൊണ്ടുവരാച്ചിട്ട്. ഒന്നാമത് ഇവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവട്ടെ. കാരണം കുട്ടിയുമ്പാടെ വന്ന് ആ തുണിയും തുണിക്കാണ്ടും ഒക്കെ വാശിയാണെങ്കിൽ ബാത്റൂമിൽ നടക്കില്ല. കുട്ടി വന്ന് ഉമ്മാക്ക് ആശ്വാസവും ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിൻ്റെ മറുവശത്തൊന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയും കാര്യമുണ്ട്. അപ്പോൾ ഉമ്മേനെ പറഞ്ഞു 90 ഈ വെള്ളമൊക്കെ ഒന്ന് വാരട്ടെ എന്നിട്ട് കൊണ്ടുവരാമെന്ന് ഉമ്മേനെ പറഞ്ഞു. ഓക്കെ, അത് അങ്ങനെയാണ് നിൽക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഉമ്മാൻ്റെ അപ്ഡേഷൻ ചോദിച്ചവർക്ക് ഇത്രയേ ഉള്ളൂ. വേറെ ഉപ്പാനെ ഞാൻ ഖബർ അടിക്കിയ പള്ളി കാണിച്ചിരുന്നില്ല, അത്രേ ഉള്ളൂ. വേറെ ഒന്നും കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വേറെ ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല. ജസ്റ്റ് ഒരു കണ്ടൻ്റായിട്ട് ആരും കാണണ്ട, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ, അതായത് നിങ്ങൾ ചോദിച്ചതിനൊരു മറുപടി മാത്രമായിട്ട് കാണാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.